ഫാമിലി ഡോക്ടർ ആകുമ്പോൾ എപ്പോഴും അതൊരു നോൺ കേസ് ആവണമെന്നില്ല. അപ്പം അങ്ങനെ ചിലർ വിചാരിക്കും ഇത് അൺനോൺ കേസാണ്. ഇത് രണ്ടിലും നമുക്ക് കൺസിഡർ ചെയ്യണം. കാരണം ചിലപ്പം അൺനോൺ കേസായിട്ട് വരാം, ചിലപ്പോൾ നോൺ കേസായിട്ട് വരാം. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പം നോൺ കേസ് എന്ന് പറയുവാണെങ്കിൽ ഇപ്പം റൈറ്റ് എ ലെറ്റർ ടു ജോൺസ് ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ മിസ്റ്റർ മാർട്ടിൻസ് ഫാമിലി ഡോക്ടർ. This is me, Donna from OIT Success Line. അപ്പോൾ നമുക്ക് OIT റിലേറ്റഡ് റൈറ്റിംഗ് അനദർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് നോൺ കേസ് അൺനോൺ കേസ് എല്ലാവർക്കും പോസിബിളി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ബട്ട് സ്റ്റിൽ കുറേ പേർക്കെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നോൺ കേസ് അൺനോൺ കേസ് റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ. അപ്പം അത് നമുക്ക് നോക്കാം. അതെങ്ങനെ റീസെൻ്റ് ആയിട്ട് എക്സാമിന് വന്നപ്പോഴത്തേക്കും അൺനോൺ കേസിനെ ഉൾട്ടാ നേരെ നോൺ കേസ് ആയിട്ട് എഴുതി വെച്ചു, അല്ലെങ്കിൽ അത് തിരിച്ചെഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കംപ്ലയിൻറ്റ്സ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അഡ്മിഷൻസിന് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും മാം എൻ്റെ ഫുൾ 260 മാർക്സ് ആയി 270 മാർക്സ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നേരെ അൺനോൺ കേസ് നോൺ കേസും നോൺ കേസ് അൺനോൺ കേസും ഒക്കെ ആയിട്ട് തിരിഞ്ഞ് പോകുന്ന കുറേ അധികം സിറ്റുവേഷൻസ്. അപ്പോൾ ഇനി മുതൽ നമുക്കതെല്ലാം വിടാം, അതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഒന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആകെ ഒരു 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ഇത്രയും ഒരു ക്രൈറ്റീരിയ നമുക്ക് നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നോൺ കേസ് അൺനോൺ കേസ് പിന്നെ മറക്കത്തില്ല. ഞാൻ ഓൾറെഡി ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ സ്റ്റുഡൻസ് ആർ മേക്കിംഗ് മിസ്റ്റേക്സ് ഓൺ ഇറ്റ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഞങ്ങൾ സാധാരണ ഒരു ലെറ്റർ കിട്ടുമ്പോൾ അതിൽ നമ്മൾ ആദ്യം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ടാസ്ക്കാണ് നിങ്ങൾ നോക്കുന്നത് അല്ലേ. നിങ്ങൾ ടാസ്ക് നോക്കിയതിന് ശേഷമാണ് അതിൻ്റെ ഫസ്റ്റ് ഒരു ഹെഡിങ്സ് കാര്യങ്ങൾ, പേഷ്യൻസ് എത്ര വയസ്സായി അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ എല്ലാത്തിലും അത് കഴിഞ്ഞ് നമ്മൾ ടാസ്ക്കാണ് ഫസ്റ്റ് നോക്കുന്നത്. ആർക്കാണ് നമ്മൾ ലെറ്റർ എഴുതാൻ പോകുന്നത്. അപ്പോൾ ടു ഹൂം യു ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് ലെറ്റർ, അതിൽ കറക്റ്റായിട്ട് അവർ ടാസ്കിൽ അഡ്രസ്സ് അവരവിടെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആർക്കാണ്, നമ്മുടെ റീഡർ ആരാണ്, നമ്മൾ ആർക്കാണ് മെസ്സേജ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതാൻ പോകുന്നതെന്ന് ടാസ്കിൽ അവർ അഡ്രസ്സ് ആയതും എല്ലാം. ഇപ്പം ഹൗസ് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം ഹോസ്പിറ്റൽ GP ഒക്കെ ആണെങ്കിൽ പോലും ഒരു GP നമ്പർ അല്ലെങ്കിൽ പോസ്റ്റ് കോഡ്, നെയിം, അഡ്രസ്, പ്ലേസ് നെയിം, എവ്രിതിങ് ഉണ്ടാവും അതിൽ അല്ലേ, എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നേരെ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് സെഷനിൽ വായിക്കാൻ പോവുക. ടാസ്ക് വായിച്ചതിന് ശേഷം അവിടെ തന്നെ വീണ്ടും അവരുടെ അഡ്രസ്സ് ഉണ്ടാകും. ഈ പേഷ്യൻ്റ് എവിടെയായിരുന്നു ഇത്ര നാളും. അപ്പം ചില പേഷ്യൻസ് ഒക്കെ ഫോർ ദ പാസ്റ്റ് 1 ഇയർ, ഫോർ ദ പാസ്റ്റ് 6 മന്തിൽ ഈ പേഷ്യൻറ്റ് സെയിം അഡ്രസ്സ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. പേഷ്യൻറ്റിൻ്റെ പേര് അവിടെ കൊടുത്തത്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് അടിക്കും. GPയുടെ പേര് ചിലപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ GPയുടെ പോസ്റ്റ് കോഡ്, GP പ്ലേസ് നെയിം, എവ്രിതിങ് സെയിം ആയിരിക്കും. അപ്പം നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ആ പേഷ്യൻറ്റ് സെയിം സ്ഥലത്തായതുകൊണ്ട് ആ ചാൻസ് ഉണ്ട്. പേഷ്യൻ്റ് ഒരു നോൺ കേസാണ്. അപ്പോൾ ഈ റീഡറിന് നമ്മൾ എഴുതുമ്പോൾ സോഷ്യൽ ഹിസ്റ്ററി തൊട്ട് ഫാമിലി ഹിസ്റ്ററി തൊട്ട് ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് ഒരു ക്രൈറ്റീരിയ. ഓക്കെ, അപ്പം അഡ്രസ്സ് സെയിം ആണെങ്കിൽ നമുക്ക് നോൺ കേസ് ആയിട്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ഒരൊറ്റ ക്രൈറ്റീരിയ ആണ്, അത് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ റൈറ്റ് എ ലെറ്റർ ടു ഫാമിലി ഡോക്ടർ എന്ന് വരുമ്പോഴത്തേനും നിങ്ങൾ എന്താ ആദ്യം ചിന്തിക്കാറ്? ചിലവർ വിചാരിക്കും ഫാമിലി ഡോക്ടർ ആണെങ്കിലും ദിസ് ഇസ് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു നോൺ കേസ് ആണെന്ന് തന്നെ വിചാരിക്കും. എന്നാൽ ചിലവർ വിചാരിക്കും ഫാമിലി ഡോക്ടർ ആകുമ്പോൾ എപ്പോഴും അതൊരു നോൺ കേസ് ആവണമെന്നില്ല. അപ്പം അങ്ങനെ ചിലർ വിചാരിക്കും ഇത് അൺനോൺ കേസാണ്. ഇത് രണ്ടിലും നമുക്ക് കൺസിഡർ ചെയ്യണം. കാരണം ചിലപ്പം അൺനോൺ കേസായിട്ട് വരാം, ചിലപ്പോൾ നോൺ കേസായിട്ട് വരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പം നോൺ കേസ് എന്ന് പറയുവാണെങ്കിൽ ഇപ്പം റൈറ്റ് എ ലെറ്റർ ടു
ജോൺസ് ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ മിസ്റ്റർ മാർട്ടിൻസ് ഫാമിലി ഡോക്ടർ. അപ്പോസ്ട്രോഫി എസ് വന്നിട്ട് അവൻ്റെ ഫാമിലി ഡോക്ടർ എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് അവിടെ അവരുടെ നോൺ കേസ് ആണ് കൺസിഡർ ചെയ്യണം. അതിൽ ഒരു ഓപ്ഷനും കൂടെ താഴേക്ക് നോക്കണം നമ്മൾ. ഇനി ഇപ്പോൾ പേഷ്യൻ്റ് ഹാസ് ബീൻ അണ്ടർ കെയർ ഓഫ് ദിസ് സെയിം GP അല്ലെങ്കിൽ സെയിം ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ സെയിം ഡോക്ടർ എന്നുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും. അതായത് നമ്മൾ ഫാമിലി ഡോക്ടറിനാണ് ഈ ടാസ്കിൽ എഴുതിയിട്ടുണ്ട് റൈറ്റ് എ ലെറ്റർ ടു ജോൺസ് ഫാമിലി ഡോക്ടറിന് എന്ന് എഴുതിയാൽ പോലും നമ്മുടെ ലെറ്റർ നമ്മൾ ത്രൂ ഔട്ട് ലെറ്റർ വായിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പറയുവാണ് പേഷ്യൻ്റ് ഫോർ ദ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഈ അണ്ടർ കെയർ ഓഫ് ഈ സെയിം GPയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ടാണ് നമുക്ക് നോൺ കേസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ഇനി ചിലപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ പേഷ്യൻ്റ് ഈ ഫാമിലി GPക്കാണ്, ഇപ്പം മിസ്റ്റർ ജോൺസ് ഫാമിലി GP എന്ന് എഴുതിയാൽ പോലും ലെറ്ററിൽ വരുമ്പം ന്യൂലി മൈഗ്രേറ്റഡ് പേഷ്യൻ്റ് എന്നായിരിക്കും എഴുതിയത്. ഇപ്പം നമുക്കറിയാം ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ GP പേർട്ടിക്കുലർ കുറേ ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഒരു GP ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ നാട്ടിലൊക്കെ ഹെൽത്ത് സെൻറ്റർ ഇപ്പോൾ ഒരു ഏരിയയിലേക്കല്ലേ, നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലല്ലേ നമ്മൾ എപ്പോഴും പോകുന്നത്. അപ്പോൾ അതേപോലെയാണ് യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള കുറേ പേർക്ക് ഒരു പർട്ടിക്കുലർ പീപ്പിൾസിന് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് ഒരു GP ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഒരു 2-3 കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത GP ആയിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ GPയിലേക്കാണ് നമ്മുടെ സ്വന്തം ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ മാർട്ടിൻ്റെ ഫാമിലി ഡോക്ടർക്കാണ് അല്ലെങ്കിൽ ഫാമിലി GPക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നെങ്കിൽ പോലും നമ്മൾ ലെറ്റർ ത്രൂ ഔട്ട് ലെറ്റർ നമ്മൾ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞേക്കുവാണ് പേഷ്യൻ്റ് ഹാസ് ബീൻ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇസ് ന്യൂലി മൈഗ്രേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ അല്ലെങ്കിൽ ന്യൂ പ്ലേസ്. ന്യൂലി മൈഗ്രേറ്റഡ് അല്ലെങ്കിൽ ഇപ്പം ന്യൂലി മൈഗ്രേറ്റഡിന് പല റീലൊക്കേറ്റഡ് എന്നൊക്കെ അവർ വേണമെങ്കിൽ പാരഫ്രൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആ ഫാമിലി ഡോക്ടറിന് ഈ മാർട്ടിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട വരും. അപ്പോൾ ഇതൊരു അൺനോൺ കേസായിട്ട് ഇപ്പം ജോൺസ് ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോൺസ് ഫാമിലി GP എന്ന് പറഞ്ഞിട്ട് നമുക്കത് നോർമലായിട്ട് നമുക്കത് നോൺ കേസായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് അതിൻ്റെ അടിയിൽ ത്രൂ ഔട്ട് ദ ലെറ്റർ നമ്മൾ വായിക്കുമ്പോൾ താഴെ വീണ്ടും വരുക ന്യൂലി റീലൊക്കേറ്റഡ് അല്ലെങ്കിൽ മൈഗ്രേറ്റഡ് ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അൺനോൺ, ക്ലിയർ കട്ട് അൺനോൺ കേസാണിത്. ആ GPക്ക് പേഷ്യനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം നോർമൽ അങ്ങനെയൊന്നും കാര്യങ്ങളില്ല. ജോൺസ് GP എന്ന് മാത്രമാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ്സ് എ ക്ലിയർ കട്ട് ഓഫ് നോൺ കേസ് എന്ന രീതിയിൽ തന്നെ. ഓക്കെ, പിന്നെ ഉള്ളത് റൈറ്റ് എ ലെറ്റർ ടു ലോക്കൽ GP എന്നൊക്കെ വരുന്നുണ്ട്. ലോക്കൽ GP മിസ്റ്റർ ജോൺസ് ലോക്കൽ GP അങ്ങനെയൊക്കെ വരുമ്പോൾ ലോക്കൽ GP എന്നൊക്കെ വരുമ്പോൾ മെയിനായിട്ട് നമ്മളൊരു അൺനോൺ കേസായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണോ? അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടാസ്കിൽ നമുക്ക് മിസ്റ്റർ ജോണിൻ്റെ ലോക്കൽ GP എന്നോ അല്ലെങ്കിൽ ജോണിൻ്റെ ഫാമിലി GP എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ത്രൂ ഔട്ട് ലെറ്റർ നമ്മൾ വായിക്കുമ്പോഴും അവിടെ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞ് പോയിന്റ് ഉണ്ടാവും നമുക്ക് നമ്മളെ അതായത് ഗുഡ് വേയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് നമ്മുടെ പാത്ത് വേ ആവുന്നത്. കാരണം അതിൽ റീലൊക്കേറ്റഡെന്നോ മൈഗ്രേറ്റഡെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഫോർ ദ പാസ്റ്റ് അല്ലെങ്കിൽ അണ്ടർ സെയിം GPs അണ്ടർ കെയർന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിങ്ങൾ നോക്കണം. നോൺ കേസാണ് നിങ്ങൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാമിലി GP ലോക്കൽ GP എന്നൊക്കെയുള്ള കുറേ അധികം ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം നോൺ കേസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അഡ്രസ്സിൻ്റെ ഒരു കാര്യം നമുക്ക് പറയാം, പിന്നെ ഫാമിലി GP ലോക്കൽ GP എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക റൈറ്റ് അല്ലെങ്കിൽ GP സെൻഡിങ് എ പേഷ്യൻ്റ് അല്ലെങ്കിൽ GP റെഫറിങ് എ പേഷ്യൻ്റ് ടു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക്. ഒരു പേഷ്യൻറ്റിനെ നമ്മൾ GP മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുന്നു ടു അണ്ടർഗോ സം ലാപ്രോട്ടമി സർജിക്കൽ പ്രൊസീജിയർ എന്നോ എന്തെങ്കിലും. ഒരു പേഷ്യൻ്റ് ഒരു നോർമൽ GP നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് അവിടുത്തെ ടാസ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവർ തിരിച്ച് സെൻഡ് ചെയ്യുക ചെയ്യുന്നത് എങ്ങോട്ട്? ലോക്കൽ GPക്ക് അവരുടെ GPക്ക് ഇപ്പം സെൻഡ് ചെയ്ത് അതേ സെയിം GPക്ക് അയക്കുവാണ് തിരിച്ച്. അപ്പോൾ അതിൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് നമുക്ക് അറിയാം ഈ GPക്ക് ഈ പേഷ്യൻറ്റിനെ കുറിച്ച് എല്ലാം അറിയാം. അതിനോടൊപ്പം തന്നെ ഇപ്പം ഉണ്ടായ കാര്യങ്ങൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, അതിൽ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, പാസ്റ്റ് മെഡിക്കൽ ഫാമിലി ഇതൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ബട്ട്
നമുക്ക് എന്താ എഴുതേണ്ടത്? ഇപ്പം നമുക്ക് വേർഡ് കൗണ്ട് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പം എക്സാമിന് എപ്പോഴും വരുമ്പോൾ വേർഡ് കൗണ്ട് വളരെ കുറവ് കിട്ടുന്ന ഒരു സംഭവമായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പം വേർഡ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേണേ ആസ് യു നോ എന്നൊക്കെ പറയുന്നത് പണ്ട് പറയുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ കൂടുതൽ വേർഡ് കൗണ്ട് നമ്മൾ വിചാരിച്ച പോലെ 150 നിങ്ങൾക്ക് കിട്ടിയാലും അത് മതി. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം സംഭവിച്ച കാര്യങ്ങൾ, പേഷ്യൻ്റ് വാസ് അഡ്മിറ്റഡ് ഓൺ ഇന്ന ഡേറ്റ്, ഇന്ന സർജറി ചെയ്തു, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്നാകെ പ്രശ്നങ്ങളായിരുന്നു പേഷ്യൻ്റ് ഉണ്ടായത്, ഇന്ന മെഡിസിൻ ആയിരുന്നു കൊടുത്തത്. ഇനിയിപ്പോൾ നഴ്സിംഗ് കെയർ ആയിട്ട് എന്നാകെ നഴ്സിംഗ് കെയർ ഒക്കെ എഴുതുമ്പോൾ GPക്ക് എഴുതുന്നതെന്ന് വിചാരിച്ച് തന്നെ എഴുതണം. GPക്ക് ആണെങ്കിൽ നഴ്സിംഗ് കെയറൊക്കെ ചുമ്മാ പിന്നെ എന്തുവാ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇന്നാൾ ഞാനൊരു ലെറ്റർ മോക്ക് ടെസ്റ്റിനെ കറക്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഡോക്ടറിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്, അതൊരു സ്പെഷ്യലിസ്റ്റിനാണ് ലെറ്റർ എഴുതുന്നത്. അതിൽ ഞാൻ കണ്ടു പിന്നെ സ്റ്റീമൊക്കെ കൊടുക്കണമെന്ന്, കൈൻഡ്ലി പ്രൊവൈഡ് ഹിം സ്റ്റീം എന്നൊക്കെ എഴുതി. അതൊന്നും നമുക്ക് ഡോക്ടർ GP ഇങ്ങനെയുള്ള ഹൈലി പ്രൊഫഷൻ, നമ്മൾ നേഴ്സുമാർ ഹൈലി പ്രൊഫഷൻ അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഡോക്ടേഴ്സിന് എഴുതുമ്പോൾ അവർ ചെയ്യുന്ന പണി, അതായത് അവരേതൊക്കെയാണോ നോർമൽ, അവർ മെഡിസിൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചാർട്ട് എഴുതുന്നു, അവർ കൺസൾട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ നമുക്കറിയാം അവരെന്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ലിമിറ്റ് വെച്ച് മാത്രം എഴുതുക. നമ്മുടെ പ്ലാനിലുണ്ട് അവർക്ക് സ്റ്റീം വേണമെന്ന് പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹി നീഡ്സ് ടു ടേക്ക്, അല്ലെങ്കിൽ ഹി നീഡ്സ് ടു ഹാവ് ദ സ്റ്റീം ഇൻഹലേഷൻ എവറി 4 hourly എന്തെങ്കിലും അങ്ങനെ നമ്മൾ അങ്ങനെ എഴുതണം. ഡോക്ടർമാർ കഴിയുമ്പോൾ കൈൻഡ്ലി ഗീവ് ഹിം, കൈൻഡ്ലി പിന്നെ പ്രൊവൈഡ് ഹിം ഒന്നും നമുക്ക് പറഞ്ഞ് എഴുതരുത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ അധികമായിട്ട് പോകുന്നില്ല. ഇതൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുവാണ്, ഇപ്പം ഞാൻ അങ്ങനെ ഒരു 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 ഇത് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്സ് അവിടെ കട്ടാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നോൺ കേസിൽ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് GP നമുക്ക് എഴുതുമ്പോഴത്തേനും അവിടെ നമ്മൾ സെൻഡ് ബാക്ക് എന്നുള്ള രീതിയിൽ, അല്ലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് എഴുതിയാലും അത് തെറ്റില്ല നമുക്ക്. ഓക്കെ, GPക്ക് ഓൾറെഡി നോൺ കേസ് ആണ് ഈ പേഷ്യൻറ്റിന്. അപ്പം നോൺ കേസ് നമ്മൾ ഈ GPക്ക് എഴുതുമ്പോഴത്തേനും സോഷ്യൽ ഹിസ്റ്ററി, എക്കണോമിക് ഹിസ്റ്ററി ഒക്കെ അവോയ്ഡ് ചെയ്ത് ഇപ്പം എന്നാ ഉണ്ടായി, ഇപ്പം എന്നാ ട്രീറ്റ്മെൻറ്റ് അവർക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മാത്രം. കറണ്ട് മെഡിക്കേഷൻസ്, റീസെൻറ്റ് മെഡിക്കേഷൻസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എപ്പോഴും റെഗുലർ മെഡിക്കേഷൻസ് പേഷ്യൻ്റ് ഇതെടുക്കുന്നത്, അതെടുക്കുന്നത്, BP മെഡിസിൻ എടുക്കുന്നത് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ന്യൂ ആയിട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് ഫാർമസിസ്റ്റിൻ്റെ ഒക്കെ കുറച്ച് ലെറ്റേഴ്സ് ഞാൻ കാണാറുണ്ട്. അപ്പം ഇപ്പോൾ ഇങ്ങനെ മിസ്സസ് ജോൺ അല്ലെങ്കിൽ മിസ്സസ് മേഴ്സി ആസ് എ റെഗുലർ പേഷ്യൻറ്റ് അറ്റ് യുവർ ഫാർമസി എന്നുള്ളത് ചിലപ്പം നമ്മൾ എന്താ പറയണ്ടേ ടാസ്കിൽ നമ്മൾ കാണുവാണ്. ഫാർമസിസ്റ്റ് ഈ ഫാർമസിയുടെ റെഗുലർ പേഷ്യൻ്റ് ആണ്. അപ്പം അവിടെയും ഒരു നോൺ കേസിൻ്റെ ഇത് നമ്മൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ ശരിക്കും നോൺ കേസാണെന്ന് വിചാരിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് എഴുതാൻ നോൺ കേസ് ഓഫ് യുവേഴ്സ് അങ്ങനെയൊക്കെ എഴുതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ മിസ്റ്റർ ജോൺസ് ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്രൈറ്റീരിയയും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഈ ഇപ്പം ലാസ്റ്റ് S വന്ന് എൻഡ് ചെയ്യുന്ന കുറേ നെയിംസ് ഉണ്ട്, തോമസ് മാത്യൂസ് എന്നൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ പറയുമ്പം മിസ്റ്റർ തോമസ് GP ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നോൺ കേസ് ആണ്. നമ്മൾ ഫാമിലിയും ലോക്കൽ GP എന്നൊക്കെയാണ് പറഞ്ഞത്. അൺനോൺ കേസ് ആവാനുള്ള സാധ്യതകളുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം മിസ്റ്റർ റൈറ്റ് എ ലെറ്റർ ടു മിസ്റ്റർ ജോൺസ് GP എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ക്ലിയർ കട്ട് എന്തുവാ ഇതൊരു നോൺ കേസ് ആണ്. അതെ, അതെല്ലാവർക്കും അറിയാലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലവർക്ക് ചില അപ്പോസ്ട്രോഫി S എന്നുള്ള രീതിയിൽ വരും. ജോൺ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി വന്നിട്ട് പിന്നെ ഒരു S വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് GPയുടെ പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. ചില സാഹചര്യങ്ങൾ നമുക്ക് ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇപ്പം ഒരു S ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന 2-3 പേര്, ഇപ്പോൾ തോമസ് മാത്യു എന്നൊക്കെ പറഞ്ഞ പേരുകളാണെങ്കിൽ ഈ മാത്യൂസ് എന്ന് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി പിന്നെ ഇല്ല, മാത്യൂസസ് അങ്ങനെ വായിക്കത്തില്ല, അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു വേർഡ് ഇല്ല. അപ്പോൾ നമ്മൾ ചിലപ്പം ചിലപ്പം എന്നല്ല എപ്പോഴും റൈറ്റ് എ ലെറ്റർ ടു മിസ്റ്റർ മാത്യൂസ് GP എന്ന് പറയുവാണെങ്കിൽ മാത്യൂസ് എന്ന് എഴുതി ഫുള്ള് മാത്യൂസ് എന്ന് എഴുതി കഴിയുമ്പം അതിൻ്റെ പൊക്കത്തൊരു അപ്പോസ്ട്രോഫി ഉണ്ടാകും. അതിനുശേഷം ഒരു S വരത്തില്ല. അതുപോലെ തന്നെയാണ് തോമസ് ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ടാവും, അതിന് ശേഷമാണ് പിന്നെ ഒരു S ഇല്ല അവിടെ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് എ ക്ലിയർ കട്ട് ഓഫ് നോൺ കേസ് ആണ്. അപ്പം അതൊന്ന് മനസ്സിൽ വെക്കുക. ഇപ്പം S എൻഡ് ചെയ്യുന്ന
പിന്നെ പേരുകളൊക്കെ വരുമ്പോൾ അതും നോൺ കേസ് ആയിരിക്കും. ഇങ്ങനെ വന്നാൽ മാത്രം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാമിലി എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പം ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യണം. അതല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, GP അല്ലെങ്കിൽ റൈറ്റ് ലെറ്റർ ടു മിസ്റ്റർ ജോൺസ് GP അല്ലെങ്കിൽ മിസ്റ്റർ തോമസ് GP എന്നൊക്കെ എഴുതുവാണെങ്കിൽ അപ്പോസ്ട്രോഫി ഒന്ന് മൈൻഡ് ചെയ്താൽ മതി. പിന്നെ ഇത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഇത് ഞാൻ നോൺ കേസ് അൺനോൺ കേസ് എന്നൊക്കെ പറഞ്ഞപ്പം എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധയില്ലായ്മയാണ്. ഇപ്പം എല്ലാവർക്കും നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പോഴത്തേനും ജസ്റ്റ് 5 minutes ആണ് നമുക്ക് നമ്മളോട് പറയുന്ന ടൈം നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്യാൻ, നമ്മുടെ ലെറ്റർ ഗോ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 5 minutes നമ്മൾ മനസ്സിലാക്കുക. 6th minute നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം എപ്പോഴും ഒരു ഡിജിറ്റൽ ക്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ, സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല വലിയ ഇതിൽ ഉണ്ടാവും, നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള ഇതിൽ തന്നെ അവർ വെച്ചിട്ടുണ്ടാവും. കറക്റ്റ് 5 minutes ആകുമ്പോൾ തന്നെ എല്ലാവരും കശപിശ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, പെൻസിൽ എടുക്കുന്നു, പെൻ എടുക്കുന്നു, പേപ്പർ എടുക്കുന്നു, ഭയങ്കര സൗണ്ട് ആയിരിക്കും. നമുക്ക് എല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് സൗണ്ട് കേൾക്കാം. ജസ്റ്റ് കാമായി ഒന്നിരിക്കുക. എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ എല്ലാവരോടും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ്. ഇപ്പം ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോടൊക്കെ ഇപ്പോൾ 2-3 times എഴുതി ഇങ്ങനെയൊക്കെയുള്ള പിള്ളേർ വരുമ്പോഴത്തേനും പിന്നെ എഴുതാൻ വേണ്ടി അവർ ആദ്യമൊക്കെ പ്രാവശ്യം നല്ല കൂളായിട്ട് പോയി എഴുതും. രണ്ടാമത് എഴുതി, മൂന്നാമത് എഴുതി, അവർക്ക് ടെൻഷൻസ് ഹൈലി, അതായത് അവരുടെ എക്സ്ട്രീം പോയിട്ടായിരിക്കും അവർ ആ സമയത്ത് എഴുതുന്നത്. എന്തായാലും എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും. കാരണം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ സ്ട്രെസ് ഇതെല്ലാം റിലേറ്റഡ് ആയിട്ട് നല്ല ടെൻഷനിലായിരിക്കും അവർ പോയി എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും എല്ലാവരും എഴുതാൻ തുടങ്ങി, അയ്യോ എനിക്ക് സമയം കിട്ടില്ല എന്ന്. ഞാൻ പറയട്ടെ, ടോട്ടൽ 20 minutes മതി നിങ്ങൾക്ക് റൈറ്റിംഗ് എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ OET റൈറ്റിംഗ് എഴുതാൻ വേണ്ടിയിട്ട് വളരെ, അതായത് വിതിൻ 20 minutes നിങ്ങൾക്ക് എഴുതി വെക്കാം. നിങ്ങളൊരു 10 minutes കൂടുതലായിട്ട്, അതായത് 5 minutes കൂടാതെ നിങ്ങൾക്ക് അവർ അലൗട്ട് ചെയ്തിരിക്കുന്ന 5 minutes കൂടാതെ ഒരു 5 minutes കൂടി എടുക്കുക. ഞാൻ പറയുന്നത് കൂടുതലായിട്ടും 7 minutes എടുക്കാനാണ് പറയുന്നത്. ഒരു 5 minutes എങ്കിലും എടുത്ത ശേഷം അങ്ങനെ ടോട്ടൽ 10 minutes ആയി നിങ്ങൾക്ക് അല്ലേ. 10 minutes എടുത്തതിന് ശേഷം നല്ല പോലെ വായിക്കുക. അവരെഴുതിക്കോട്ടെ, നമ്മുടെ അപ്പുറം ഇപ്പുറം മുമ്പിലും പുറകിലൊക്കെ ഇരുന്നവർ എഴുതിക്കോട്ടെ, കുഴപ്പമില്ല. നല്ല പോലെ ശ്രദ്ധിച്ച് വായിക്കുക. 1, 2, 3 പ്രാവശ്യം അറ്റ്ലീസ്റ്റ് വായിക്കണം. ഓക്കെ, 3 പ്രാവശ്യം ഒരു മിനിമം എന്ന് പറയുന്ന ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. ഓക്കെ, 3 പ്രാവശ്യം പടപടാന്ന് വായിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. വളരെയധികം ശ്രദ്ധിച്ച് വായിച്ച് ടാസ്ക് പിന്നെയും വായിക്കണം. പ്ലാൻ, കോൺസെൻട്രേറ്റ് ടുവേഴ്സ് ദ പ്ലാൻ. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, പ്ലാനിൽ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അറിയാലോ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് വരുന്നുണ്ട്, ലാസ്റ്റ് ടാസ്ക് വരുന്നുണ്ട്, അതിൻ്റെ നടുക്കായിട്ടാണ് പ്ലാൻ വരുന്നത്. അതായത് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ടാസ്കിന് തൊട്ട് മുകളിലായിരിക്കും പ്ലാൻ. ഒരു എക്സാമ്പിളും പ്ലാൻ ഇല്ലാത്ത ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ചില 1-2 ചിലപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കാണാത്ത ചിലപ്പം ചില ലെറ്റേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ടു ബി ഓണസ്റ്റ്, അതായത് ഞാൻ പറയുക, മെയിനായിട്ട് നമുക്ക് പ്ലാൻ ഇല്ലാത്ത ഒരു ഇത് വരാറില്ല സാധാരണ. അപ്പോൾ പ്ലാൻ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ പ്ലാൻ നിങ്ങൾക്ക് നല്ലപോലെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലെറ്റർ എങ്ങോട്ടാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഇറലവൻറ്റ് മാറ്റേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും സെമി റിലവൻറ്റ്, ഇറിലവൻറ്റ്, ഇത്രയും 3 കാര്യങ്ങൾ ഉറപ്പായിട്ട് ഒരു ലെറ്ററിൽ ഉണ്ടാവുകയെ അല്ലേ. നമുക്ക് എന്തായാലും ലെറ്ററിൽ ഈ 3 കാര്യങ്ങളുണ്ടാവും. കുറച്ച് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും, പക്ഷെ ചില കാര്യങ്ങൾ ചിലപ്പം ഇൻക്ലൂഡ് ചെയ്യാനുള്ള, അത് സെമി റിലവൻ്റ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ അത് റിജക്ട് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് യു ആർ നോട്ട് ഗോയിങ് ടു ലൂസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അത് പിന്നെ റിലവൻറ്റ് മാറ്റേഴ്സ് ഉണ്ടാവും. അത് എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ മാർക്സ് ഉറപ്പായിട്ടും പോകും. അങ്ങനെ അപ്പോൾ ഇറലവൻറ്റ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങളുടെ ലെറ്റർ ത്രൂ ഔട്ട് ദ ലെറ്ററിൽ നമുക്ക് പെണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, പെൻസിൽ യൂസ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല, ലെറ്ററിലല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്നതൊക്കെയാണ് വേണ്ടതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതിനൊക്കെ നമുക്ക് സമയം വേണം. 5 minutes ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 10 minutes എടുക്കുക. നിങ്ങൾ 10 minutes 11 minutes 12 minutes മോർ ദാൻ ദാറ്റ് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. 12 minutes നമ്മൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ്, ഹൈലി ബുദ്ധിശാലിയായിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, നോർമൽ ആവറേജ്, ലെസ് ദാൻ ആവറേജ് വേണമെങ്കിൽ ഐ കുഡ് സേ, അങ്ങനെയുള്ളൊരു സ്റ്റുഡൻറ്റിന് ഒരു 12 minutes എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ലെറ്റർ ചെയ്യാൻ പറ്റും അല്ലേ. നല്ല രീതിയിൽ തന്നെ ലെറ്റർ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു 12 minutes അല്ലെങ്കിൽ 10 minutes, ഞാൻ പറയുന്നത് മിനിമം 10 minutes ആണ്. ഓക്കെ, 3 times വായിക്കാം, വളരെ പതുക്കെ എഴുതി വായിച്ചാൽ ചിലവർക്കൊക്കെ പെട്ടെന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അതിലും ഉണ്ടാകും ചില ട്രിക്കി കാര്യങ്ങൾ. നമ്മൾ പ്രാക്ടീസ് സെഷനിൽ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള, ഇപ്പം GPക്ക് ആണെങ്കിൽ GPക്ക്, ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഫാർമസിസ്റ്റിന്,
പിന്നെ എന്തുവാ ഫിസിയോതെറാപ്പിസ്റ്റിന്, സോഷ്യൽ വർക്കറിന്, ഇതൊക്കെ ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഹോം വിസിറ്റ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നഴ്സിംഗ് മാനേജറിന് എഴുതുന്ന ലെറ്റർ എഴുതിയിട്ടുണ്ട്, സെൻഡ് ബാക്ക് എഴുതിയിട്ടുണ്ട്, അപ്ഡേറ്റഡ്, ഇൻട്രൊഡക്ഷൻ, പിന്നെ അങ്ങനെ ഔട്ട്ലൈൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഇൻട്രൊഡക്ഷനും ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് വരുന്നത്. നമുക്ക് ഗോ ത്രൂ ചെയ്യാത്ത കാര്യങ്ങൾ എക്സാമിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം എല്ലാവരും ഇപ്പം മെയിനായിട്ട് എക്സാം വരുന്ന എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നുണ്ട്, ഒരു ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത്രയും ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്ന ഒരു ടാസ്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരില്ല. എന്നാലും ഒരു മൈന്യൂട്ട് ട്രിക്കിനെസ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും അവർ തരുന്നത്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലെറ്റർ എഴുതാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഒരു 3-4 വട്ടം, അതാ ഞാൻ പറഞ്ഞ പ്ലാനിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇൻട്രൊഡക്ഷൻ നിങ്ങളെ തെറ്റത്തില്ല. ഇൻട്രൊഡക്ഷൻ തെറ്റിയാൽ ബാക്കി എല്ലാം പോയി, നിങ്ങൾക്ക് അറിയാതെ അല്ലേ. ഇൻട്രൊഡക്ഷൻ നമ്മൾ വേറൊരു പാത്ത് വേയിലേക്കാണ് അവർ നമ്മൾ ലീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമ്മൾ വേറെ പാത്തിലേക്ക് നമ്മൾ പോവുക. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് ദി ലെറ്റർ നമ്മൾ കൺക്ലൂഷൻ വരെ നമുക്ക് എല്ലാം തെറ്റിപ്പോയി, ചെറുതായിട്ടെങ്കിലും അവിടെ ഇവിടെ തെറ്റ് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2-3 ടൈംസ് നല്ലപോലെ നമ്മൾ മനസ്സിലാക്കണം ലെറ്റർ, അതിനുശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെൻഷനൊന്നും അടിക്കണ്ട, നല്ല രീതിയിൽ. ഇപ്പം ചിലർക്കൊക്കെ ടെൻഷനൊക്കെ അടിക്കാൻ നേരത്തെ ഞാൻ എപ്പോഴും പറയാനുണ്ട്, നല്ലപോലെ പ്രാർത്ഥിക്കുക, അപ്പം നമുക്ക് ടെൻഷനൊക്കെ അങ്ങ് മാറും. ഓക്കെ, യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊന്നും യോഗ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ, അല്ല ഞാൻ പറയുക. അപ്പം അങ്ങനെയൊക്കെ കൂടുതൽ നമുക്ക് സ്ട്രെസ് അങ്ങ് കുറയ്ക്കുക. സ്ട്രെസ് കൂടുമ്പോഴാണ് നമുക്ക് ഒന്നും കിട്ടാതെ ആയിട്ട് വരുന്നത്. ലിസണിങ് ഒക്കെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ലിസണിങ്ങിലൊക്കെ പോയിരുന്നിട്ട് ആദ്യത്തെ ഒരു 13 അല്ലെങ്കിൽ ചിലപ്പോൾ ചില പിള്ളേരുടെയൊക്കെ 6-7 കണ്ടിന്യൂസ് ആയിട്ട് പോകും. അത് 6-7 പോയിക്കോട്ടെ, നമുക്കുള്ളതല്ല. 6-7 പോയിട്ട് അടുത്ത പിടിക്കുകയും ആ ഒരു ആദ്യം പോയതിനെ നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ടെൻഷൻ നമ്മൾ റൂയിൻ ചെയ്ത് മുഴുവൻ നമ്മുടെ പോയി അല്ലേ. 6-7 ക്വസ്റ്റ്യൻ പോയാലും ഉണ്ട്, 10-40 ക്വസ്റ്റ്യൻ ഇനിയും, അല്ലെങ്കിൽ 10-38 ക്വസ്റ്റ്യൻ ഇനിയും ഉണ്ട്. നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 30 മാർക്ക് പോരാ, അല്ലെങ്കിൽ 28-29 മാർക്സ് പോരെ, നമ്മൾ ജയിച്ചു അവിടെ. അപ്പം അങ്ങനെ വിചാരിക്കണം. 1-2 ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ റീഡിങ്ങിലും ഒക്കെ വരുന്നത്. ഇത് രണ്ടും നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് സ്പീക്കിംഗ് വെള്ളത്തിലാണ്. പിന്നെ എന്തായാലും എല്ലാം പോയി, ഇന്ന് സ്പീക്കിംഗ് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ ഓക്കെ, അപ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് എപ്പോഴും എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ആ രീതിയിലൊന്ന് ചിന്തിക്കുക. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. ഇനിയും ആരെങ്കിലും ഇത് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്